മോഹൻലാലിന് ശേഷം ആര് നേര് പോലത്തെ ഒരു ഡ്രാമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നേരെ നുണക്കുഴിയിലേക്ക് വരുന്നത്. കള്ളന്മാരൊക്കെ വീട്ടിനകത്തേക്ക് വിളിച്ചു കയറ്റും. അതാണ് പേടി, അതാണ് ടെൻഷൻ. ടൈം ഫോർ സം ക്രൈം, മോറ്റി അറ്റാക്ക്. തിയേറ്റർ റെസ്പോൺസിന് നമ്മൾ അവനെ കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ അവസാനത്തെ റെസ്പോൺസ് ആയിരിക്കും അത്. ഇതിന് ആൾക്കാർ ചിരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിങ്ക് ടീഷർട്ടും ഒരു ട്രൗസറൊക്കെ ഇട്ടാ വന്നിരിക്കും. അത് കണ്ടപ്പോ എനിക്ക് ചിരി വന്നു. അങ്ങനെ ജോസഫ് ഫാമിലി, ജിത്തു ജോസഫ് ആൻഡ് ബേസിൽ ജോസഫ്. സാധാരണ ഈ നുണക്കുഴി തരുമ്പോൾ നമുക്കൊരു ക്യൂട്ട്നെസ് ഓർമ്മ വരും, ഒരു ഡിംപിൾ. എൻ്റെ മകനുണ്ട് ഈ നുണക്കുഴി എന്ന് പറഞ്ഞ സാധനം. അവൻ ചിരിക്കുമ്പോൾ ഇടയ്ക്ക് അത് കാണുന്നൊരു സാധനം. അപ്പോൾ ഈ ഒരു പേരിനോട് തന്നെ എനിക്ക് ഇഷ്ടമായി. ഇത് ഇപ്പോൾ ട്രെയിലറിലൂടെ കാണിച്ചു തന്നപ്പോൾ. സോ ഇങ്ങനത്തെ ഒരു കഥയിലേക്ക് വളരെ സിമ്പിളായിട്ടൊരു സ്റ്റോറി, ഒരു തമാശയും ഈ എന്താ പറയുക 3-4 ഘടകങ്ങളുള്ള ഒരുപാട് നുണകൾ പറയുന്ന കുറേ ആൾക്കാരെ കഥ പറയാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? അല്ല, ബേസിക്കലി ഇതിന്റെ റൈറ്റർ കൃഷ്ണകുമാർ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സ്റ്റോറി, ഒരു തോട്ട് പറഞ്ഞു. ആ തോട്ട് എൻ്റെ കൂട്ടത്തിൽ പുള്ളി അത് എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ കൂടെയുള്ള ചില സംഭവവാസങ്ങൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കുറച്ച് സീക്വൻസുകൾ രസകരമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനത് കേട്ടു. അപ്പോൾ എൻ്റെ മോളും സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോളോട് മോക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കൃഷ്ണകുമാരെ ഡെവലപ്പ് ചെയ്യാം. കാരണം എന്നെ സംബന്ധിച്ചോളം ഇതിൻ്റെ ക്യാച്ച് എന്ന് പറയുന്നത് ഒരു ഹ്യൂമർ സിനിമ എന്ന് പറയുന്നതാണ്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു സാധനം ഒന്നെങ്കിൽ ഞാൻ എഴുതിയെടുക്കണം, അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും നല്ലൊരു സാധനം തരണം. അപ്പം ഇതിനകത്ത് അതിനുള്ളൊരു സംഭവം ഉണ്ടല്ലോ എന്ന് ഓർത്ത് അതിലാണ് നമ്മൾ വീണത്. ഐ ആം എ റിച്ച് വുമൺ, ഷോ സം റെസ്പെക്ട് ടു മീ. ഓക്കെ, ബേസിലേക്ക് എത്തുമ്പോൾ ബേസിൽ ഇപ്പോൾ എന്താ പറയുക, എല്ലാ സിനിമകളിലും ബേസിലിനൊരു ഡിഫറൻസ് ഉണ്ട്. അതെങ്കിൽ യു ബ്രിങ്ങിങ് ദാറ്റ് ഒരു എന്താ പറയുക ക്യൂട്ട്നെസ്, അതല്ലെങ്കിൽ കള്ളത്തരം. ഇതിൽ മൊത്തം കള്ളത്തരാന്ന് എനിക്ക് തോന്നി കണ്ടിട്ട്. ഇദ്ദേഹത്തിൻ്റെ ക്യാമ്പിൽ വന്നപ്പോൾ എന്തായിരുന്നു ഒരു ഡയറക്ടറായ താങ്കൾക്ക് ഉണ്ടായിരുന്ന തുടക്കത്തിൽ എങ്ങനെയായിരുന്നു, പിന്നെ ആ പ്രോസസ്സ് തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു? ജിത്തു ചേട്ടനാണ് ആദ്യം വിളിക്കുന്നത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് പറയുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു ത്രില്ലർ, സസ്പെൻസ്. ദൃശ്യത്തിന് ശേഷം മോഹൻലാലിന് ശേഷം ആര് എന്നുള്ള ഒരു കൊല ചെയ്യാനോ അല്ലെങ്കിൽ കൊലപാതകം കണ്ടുപിടിക്കാനോ മൂടാനോ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരിക്കാം. എന്തായാലും ഇറ്റ്സ് ടൈം ഫോർ സം ക്രൈം എന്നുള്ള മൂഡായിരുന്നു. പക്ഷെ അപ്പോഴാണ് കൃഷ്ണകുമാർ ചേട്ടൻ വന്നിട്ട് കോമഡി സിനിമയുടെ കഥ പറയുന്നത്. ഗുരുവായൂർ അമ്പലനടയിലാണെങ്കിലും ഫാലിമി അല്ലെങ്കിൽ എല്ലാം കോമഡി സിനിമകളാണ്. അപ്പോൾ ഞാൻ ചെയ്തുവരിക്കുന്ന ജോണറാണ്. പക്ഷെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ ത്രില്ലർ സിനിമയിൽ നിന്ന് എങ്ങനെ മാറുന്നു, കോമഡിയിലേക്ക് എങ്ങനെ മാറുന്നു, അതിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ഒരു ആക്ടേഴ്സിന്റെ കൂടെ ആദ്യമായിട്ടാണ് ഇത്രയും നമ്പർ ഓഫ് ആക്ടേഴ്സ്. മുമ്പ് ജഗദീഷ് ചേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര അധികം ആൾക്കാർ ഒരുമിച്ച് അഭിനയിക്കുന്ന ആദ്യമായിട്ടാണ്. ഇപ്പോൾ ബൈജു ചേട്ടനുണ്ട്, സിദ്ദിഖിക്കുണ്ട്, മനോജ് കെ ജയനുണ്ട്, ബിനു ചേട്ടനുണ്ട്, പിന്നെ ലെന ചേച്ചിയുണ്ട്, പിന്നെ അഫ്കോഴ്സ് ഗ്രേസ് ഉണ്ട്, നിഖിലയുണ്ട്, അജു ചേട്ടനുണ്ട്, സൈജു ചേട്ടനുണ്ട്, പിന്നെ ദിനേശ് ചേട്ടനുണ്ട്. ഇങ്ങനെ വലിയ സെറ്റ് ഓഫ് ആക്ടേഴ്സ്. അപ്പൊ ഇത്രയും ആൾക്കാർ എല്ലാ ചെറിയ റോളുകൾ പോലും ചെയ്യുന്നത് ഇതുപോലത്തെ കാസ്റ്റാണ്. അപ്പൊ ഇവരൊക്കെ കൂടെ വന്നിട്ട് കോമഡി, ഇവരെല്ലാം കോമഡിയാണ്. എല്ലാവരും അൽത്താഫ് ഉണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം ക്യാരക്ടേഴ്സ് ഒക്കെ ഹ്യൂമറാണ്. ആരും ഇതിനകത്ത് സീരിയസ് ആയിട്ടോ ഭയങ്കര ഡ്രാമയായിട്ട് ചെയ്യുന്ന ഒരാൾ പോലും ഇല്ല. അപ്പൊ അത് നല്ല രസമുള്ള പ്രോസസ് ആയിരുന്നു. ഭയങ്കര ഹെക്റ്റിക്കോ ഭയങ്കര വലിയ സ്കെയിലുള്ള സിനിമയൊന്നും അല്ല. ഈ പറയുന്ന പോലെ നൈറ്റ് ആയിരുന്നു ഷൂട്ട്, എല്ലാം നൈറ്റ് ഷൂട്ട്സ് ആയിരുന്നു. അത് തന്നെയാണ് ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ മാറി ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രഷ്നെസ്സും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്ക് അതിൻ്റെ അകത്ത് കിട്ടിയ ടേക്ക് അവേ. ത്രില്ലർ സിനിമയിൽ നിന്ന് മാറി ഒരു കോമഡി സിനിമ ചെയ്യാൻ നോക്കുമ്പോൾ അദ്ദേഹം അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമല്ലോ. അത് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു. ഇത്രയും ഇമോഷണലി ഫാമിലി സെൻട്രിക് ആയിട്ടുള്ള സസ്പെൻസ് ത്രില്ലേഴ്സ് ചെയ്തിട്ട് പിന്നെ സത്യം പറഞ്ഞാൽ കുറേ കുട്ടികളെ പാർക്കിലേക്ക് ഊരിവിട്ടൊരു ഫീലിംഗ് ആണ് ഇദ്ദേഹം പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്. എല്ലാ നല്ല ആക്ടേഴ്സും താങ്കളുടെ മുമ്പിലും. അപ്പോൾ ഏറ്റവും അധികം ഇപ്പോൾ കുറേ പേര് താങ്കൾക്ക് പരിചയമുള്ളവരാണ്, മുമ്പ് കൂടെ ഇദ്ദേഹം പുതിയതായിട്ട് വന്ന ആളാണ്. അപ്പോൾ പഴയവരും പുതിയവരെയും ഒക്കെ തന്നെ താങ്കളുടെ ഡയറക്ടർ എന്ന മീറ്ററിലേക്ക് കൊണ്ടുവരാൻ താങ്കൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? മറ്റതൊന്നും ഇവരുടെയൊക്കെ പഴയ കാര്യങ്ങൾ കയറി വരാതിരിക്കാനും. ബേസിക്കലി നമ്മൾ എന്നറിയോ, ഈ ഞാൻ വിശ്വസിക്കുന്ന പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഹ്യൂമർ സിനിമ ഇതിന് നമുക്ക് ആ ആർട്ടിസ്റ്റിന് ഒരു സ്പേസ് കൊടുക്കണം, ഫ്രീഡം കൊടുക്കണം. മനസ്സിലായോ? നമ്മളിങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ അവർ പിന്നെ ഞാൻ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പറയുമ്പോൾ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആകുമ്പോൾ അത് നമ്മളെ അവരുടെ പെർഫോമൻസിനെ ബാധിക്കും. പിന്നെ ഇപ്പം ഞാൻ ബേസിലുമായിട്ട് കഥ ഡിസ്കസ് ചെയ്തു, അങ്ങനെ ഒരു പരിചയം ഉണ്ടായതിനു മുമ്പ് ഞങ്ങൾ തമ്മിൽ ഫോണിൽ കൂടി സംസാരിക്കുകയും ഒക്കെ പരിചയമുണ്ട്. പിന്നെ മനോജ് കെ ജയൻ അദ്ദേഹമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബൈച്ചേട്ടനുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, സിദ്ദിഖാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ബിനുപ്പം. അപ്പം വന്നു, നമ്മൾ പരിചയപ്പെട്ടു. ഞാൻ എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അൺകംഫർട്ടബിൾ ആക്കാതിരിക്കാൻ നോക്കും. ചിലപ്പോൾ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം നടന്നാൽ പോലും ഞാൻ കഴിയുന്നതും അത് വളരെ സോഫ്റ്റായിട്ടും ഇതുമൊക്കെ പറഞ്ഞ്, കാരണം
അവർ അപ്സെറ്റ് ആയാൽ അത് പിന്നെ അതിനെ ബാധിക്കും. അപ്പം ബേസിക്കലി അവർക്ക് ആ ഫ്രീഡവും ആ ഒരു ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെ ഒരു ഹ്യൂമർ സിനിമയും കൂടെ ആയതുകൊണ്ട് ഇംപ്രവൈസേഷനും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എൻ്റെതായ ഹ്യൂമറിനെ കുറിച്ച് കാഴ്ചപ്പാട് കാണും, ബേസിൻ്റെതായ രീതി കാണും, വേറൊരാൾക്ക് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ സിറ്റുവേഷൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അതിനകത്ത് സിറ്റുവേഷൻ ഉണ്ട്, ഡയലോഗ്സ് ഉണ്ട്. പിന്നെ അത് പെർഫോം ചെയ്യിക്കുമ്പോൾ ഞാൻ നോക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് വേണം. ഇപ്പം ഓഫീസിൽ സീക്വൻസ് ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ബേസിനോട് പറഞ്ഞു ഞങ്ങൾക്ക് ആ ചിരി വേണം കേട്ടോ. അപ്പോൾ പറഞ്ഞു എന്നോട് അങ്ങനെ ചിരിക്കാൻ പറഞ്ഞാൽ എനിക്ക് ചിരിക്കാൻ പറ്റില്ല, അത് നാച്ചുറലായിട്ട് വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ചിരിക്കുമ്പോൾ വേണ്ടി ഞങ്ങൾ കുറെ ടേക്ക് എടുത്തു. ചിരിക്കാൻ പറയുമ്പോൾ പറ്റുന്നില്ല, അതേസമയം അത് പറഞ്ഞിട്ട് പറ്റുന്നില്ലോ എന്ന് പറയുമ്പോൾ എന്ത് അല്ലെങ്കിൽ കട്ട് പറയുമ്പോൾ ആ ചിരി വരും, അത് നാച്ചുറൽ ചിരിയാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു ശരിക്കും എൻജോയ് ചെയ്തുള്ള. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ നിന്ന് ഞാൻ കൊണ്ടുപോകുന്ന സാധനം അതാണ്, ആ ഒരു 40 days. അത് എന്നെ ഒരു ടോട്ടലി ഡിഫറെന്റ് ഒരു ലോകത്ത് ജീവിച്ച് ഒരു എക്സ്പീരിയൻസ് ചെയ്ത് അതിന്റെ ഒരു ഫണ്ണും ഇതുമാണ്. ഞാനൊന്ന് ടോട്ടലി റിലാക്സ്ഡ്. നേര് പോലത്തെ ഒരു ഡ്രാമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നേരെ നുണക്കുഴിയിലേക്ക് വരുന്നത്. നേര് കഴിഞ്ഞ് നേരെ നുണയാണ്. നേരെ കഴിഞ്ഞ് നുണ. ഈ ചിരിയുടെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് ഇങ്ങനെ ചില സിനിമകളിൽ ഇങ്ങനെ ചിരി ഇടാൻ പറയും. അങ്ങനെ ചിരി ഇടാൻ പറയുമ്പോൾ ചിരിക്കാൻ പറ്റുമല്ലോ, നമുക്കത് നാച്ചുറലി വരേണ്ടതാണ്. വെറുതെ ഇരിക്കുമ്പോൾ അപ്പോൾ എനിക്കാണെങ്കിൽ സിദ്ദിഖൊക്കെയാണ് എൻ്റെ സജഷനിൽ നിൽക്കുന്നത്. അപ്പൊ സിദ്ദിഖയുടെ സജഷനിലാണ് സീരിയസ് ആയിട്ട്. അപ്പൊ സിദ്ദിഖയുടെ പേരെന്താന്ന് സിദ്ദിഖയുടെ പേര് പറയുമ്പോഴാണ് ഞാൻ ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് ചിരി വരണം. ഞാനാണെങ്കിൽ സിദ്ദിഖയുടെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. എനിക്ക് നല്ല പേടിയുണ്ട്, ആദ്യമായിട്ട്. അപ്പൊ എനിക്ക് നല്ല പേടിയുണ്ട്. അമ്മേ എനിക്ക് പെട്ടെന്ന് എനിക്ക് കയറുന്നത് അങ്ങനെ പല സിനിമകൾ ഇങ്ങനെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. അയ്യോ. അപ്പോൾ എന്നിട്ട് ഞാൻ നാച്ചുറലായിട്ട് ചിരിക്കുകയും വേണം, മറ്റേ ചിരി ഇരിക്കണം. ഞാൻ ഓക്കെ ആക്ഷൻ, ചിരി വരുന്നില്ല. അങ്ങനെ ഞാൻ അവസാനം ചിത്തിച്ചേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ചേട്ടാ ആ സജഷൻ ഒഴിവാക്കിയിട്ട് ചിത്തിക്കൊന്ന് മാറ്റി നിർത്തിയിട്ട് സിംഗിളായിട്ടൊന്നും എടുക്കാമോ ചിരി, എന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലും നോക്കാം ചിരിക്കാൻ പറ്റുമോ. അങ്ങനെ പിന്നെ വന്നിട്ട് പല തവണ വന്നിട്ട് എന്നിട്ട് സിംഗിളാകുമ്പോഴും കോൺഷ്യസ് ആയി ചിരിക്കാൻ പറ്റുന്നില്ല. അവസാനം ജിത്തുചേട്ടൻ തന്നെ വന്നിട്ട് മുമ്പിൽ വന്നിട്ട് ഡയലോഗ് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു പിങ്ക് ടീഷർട്ടും ഒരു ട്രൗസറൊക്കെ ഇട്ടാ വന്നിരിക്കും. അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ഇപ്പൊ ഓക്കെ ട്രൗസറൊക്കെ ഇട്ട് വന്നിട്ട് പേര് പറയാ, സാറിന്റെ പേരെന്താ, ബാമാകൃഷ്ണൻ. അപ്പൊ കറക്റ്റ് ഇനി ഓക്കെ. ഇവരൊക്കെ എല്ലാവരും എന്താ പറയാ മേച്ചത് എങ്ങനെയാ, എല്ലാവരെയും ഒന്നും കൊണ്ടു അങ്ങനെ മേയ്ക്കാൻ അങ്ങനെ വലിയ കഷ്ടപ്പാടുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊന്നുമല്ല. എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു, എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. കാരണം ബേസിക്കലി ഇതിനകത്ത് എല്ലാവർക്കും അവരുടേതായ ഒരു ക്യാരക്ടർ ഐഡന്റിറ്റിയും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ചിലർക്ക് അത്ര ഒത്തിരി സ്ക്രീൻ സ്പേസ് ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഉള്ളവർക്കെല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് പറഞ്ഞ ചിലത് ഒരു വൈബ് കിട്ടുവാണ് നമുക്ക് ആ ഒരു ഇതിനകത്ത്. അങ്ങനെ വന്ന് എല്ലാവരും അങ്ങ് സെറ്റായി കഴിയുമ്പോൾ പിന്നെ അത് അങ്ങനെ ഫ്ലോയിലങ്ങ് പോകും. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും അങ്ങനെ ഇതാകും, എലിവേറ്റഡ് ആകും നമ്മുടെ ഒരു പെർഫോമൻസും കാര്യങ്ങളും. സാധാരണ ഇപ്പൊ ഈ നേരിൽ നിന്നും അല്ലെങ്കിൽ ദൃശ്യം നോക്കുമ്പോൾ നമ്മളെ തന്നെ എഡ്ജ് ഓഫ് ദ സീറ്റിൽ ഇരുത്തിക്കൊണ്ടാണ് എല്ലാ ഡയലോഗുകളും അല്ലെങ്കിൽ സീനാണെങ്കിലും ഇപ്പോഴും നമ്മൾ ഓരോന്നും ഓർമ്മിക്കുന്നത്. അല്ലെ, തിയേറ്ററിൽ വരുമ്പോൾ അല്ലെങ്കിൽ ടി വിയിൽ വരുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നത്. റിലാക്സ്ഡ് ആയിട്ടൊരു ഒരു കോമഡി സിനിമ ചെയ്യുമ്പോൾ താങ്കളുടെ പ്രോസസ്സ് എന്തായിരുന്നു മനസ്സിൽ? അതായത് ദർ ഇസ് നോ ടെൻഷൻ, സ്ക്രിപ്റ്റിൽ എവിടെ എത്തി നിൽക്കുന്നു അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലാതെ ആസ് എ ഡയറക്ടറിന് എങ്ങനെയായിരുന്നു ഈ സെറ്റിൽ? അല്ല, ശരിക്കും അവിടെ ഒരു വ്യത്യാസമുണ്ട്. ടെൻഷൻ വൈസ് ചിലപ്പോൾ എനിക്ക് ഓക്കെ, ഞാൻ സെറ്റിൽ റിലാക്സ്ഡ്, അറ്റ്മോസ്ഫിയർ റിലാക്സ്ഡ് ആണ്, ഇതൊക്കെയാണ്. പക്ഷേ എനിക്ക് പറഞ്ഞാൽ ഞാൻ കുറച്ച് ടെൻസ്ഡായിട്ട് ഷൂട്ട് ചെയ്ത പടം ചിലപ്പോൾ ഇതായിരിക്കും വേറൊരു ആസ്പെക്റ്റിൽ. അതായത് ഹ്യൂമർ വർക്കൗട്ട് ആവണം, അതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ്, ഇതൊക്കെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു ത്രില്ലറോ ഇമോഷണൽ സിനിമയുടെ സ്ക്രിപ്റ്റ് ഇപ്പം നേരെ ആ ഡയലോഗും അതിൻ്റെ പ്രസൻറ്റേഷനും കേൾക്കുമ്പോൾ എനിക്കറിയാം ഇവിടെ ഇങ്ങനത്തെ ഒരു മ്യൂസിക്കൽ ഇത് വന്ന് ഇങ്ങനത്തെ ഒരു ട്രാക്ക് ഷോട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഷോട്ട്, അവിടുന്ന് ഒരു ചാർജിങ് ഷോട്ട് ഇട്ട് കഴിയുമ്പോൾ ആ ഇമ്പാക്റ്റ് നമുക്കത് ഇത് കൊണ്ടുവരാം. ഇവിടെ ഒരു ഡയലോഗ് എഴുതി വെച്ചിട്ടുണ്ട്, ഇതുണ്ട്, ഇവരത് പെർഫോം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ വരുമ്പോൾ അതിൻ്റെ മോഡുലേഷൻ, അതിനകത്ത് ചെറിയ മൈന്യൂട്ട് റിയാക്ഷൻ, അവരുടെ ജസ്റ്റേഴ്സ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത് വർക്കാവോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. പിന്നെ അതുപോലെ പ്രശ്നം വെച്ചാൽ ഈ കോമഡി ഇതിനകത്ത് ഒത്തിരി ടേക്സ് പോയാൽ പിന്നെ ചളിയാവും. നമ്മൾ ഒരു സാധനം പറഞ്ഞ് ഒത്തിരി റിഹേഴ്സൽ ചെയ്ത് പോകാൻ പറ്റത്തില്ല. കാരണം പിന്നെ
പറഞ്ഞു ഇമ്പാക്ട് ഇല്ലാതായി തുടങ്ങും. ഈ പറയുന്ന ചിരി പറഞ്ഞ മാതിരിയാ, ഒരിക്കൽ വന്നു. അല്ല അതെങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തു ഒരു ചുമ്മാ ജസ്റ്റ് എന്ന് പറഞ്ഞു നോക്കി എന്തിനൊക്കെ പെർഫോം ചെയ്യാം, അതാണ് മാക്സിമം ആയത്. പിന്നെ ഓരോ ടേക്ക് പോകുന്തോറും അതിങ്ങനെ നമുക്ക് ചളിയായിക്കൊണ്ട്. ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു, ഒരു കോമഡി സിനിമകൾ എന്തെങ്കിലും താങ്കളുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല? നമ്മൾ ഈ ഒരു ക്യാരക്ടർ നമ്മൾ ആ ഒരു സീനിന്റെ ഇത് എന്നിട്ട് നമ്മളിരുന്ന് ആലോചിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്താലും അല്ല അങ്ങനെ ചെയ്താലും അങ്ങനെ അത് അപ്പൊ തോന്നുന്ന വെച്ചിട്ട് അതൊരു ഗട്ട് ഫീലിംഗ് പോവാണ്, അത്രേ ഉള്ളൂ. ഈവൻ ക്യാമറമാനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് സതീഷ് കുറുപ്പ്, റൈറ്റ്? താങ്കളുടെ മുഴുവല്ല ആദ്യ തൊട്ടുള്ള സിനിമകളിൽ ഇടയ്ക്ക് വെച്ച് കരുതാണ് ആദി, പിന്നെ കൂമൻ. അപ്പൊ ഈ ടെക്നീഷ്യൻസ് കൂടെ ഉള്ളവര് ഇപ്പൊ വിഷ്ണു ആണെങ്കിലും അപ്പൊ അതൊരു കംഫർട്ടബിൾ സർക്കിളാണ്. അതിനകത്ത് രണ്ടു മൂന്ന് കാര്യം വെച്ചാല് സതീഷിന്റെ വെച്ചിട്ട് നമുക്ക് ഞാൻ ചിലപ്പോ എന്റെ കൈൻഡ് ഓഫ് ഫിലിം മേക്കിങ്ങിന് ഒരു ചില ഇതുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് അതിനകത്ത് അങ്ങ് സെറ്റായ ഒരാളാണ് സതീഷ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകുന്നു. ഇതിങ്ങനത്തെ ഒരു ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനവും അതിനകത്ത് ഒത്തിരി ക്യാമറ ഗിമിക്സ് കാണിക്കാൻ അങ്ങനത്തെ ഒരു പ്ലാനൊന്നും നമുക്കൊന്നുമില്ല. നേരിനകത്താണെങ്കിൽ അറ്റ് എ ടൈം 4 ക്യാമറ വെച്ചിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത്. അപ്പൊ അതിന് നമുക്ക് അതുപോലെ നമ്മളോട് ക്യാമറ ടീം നിൽക്കണം. അപ്പൊ എന്റെ രീതികൾ അറിയാവുന്ന, കാരണം 12th Man ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇത് ചെയ്തു. വിഷ്ണു എൻ്റെ അടുത്ത് വരുന്നത് ഫ്രഷ് ആയിട്ട് ആദ്യം ചെയ്യുന്ന റാമിന്റെ. അപ്പൊ റാമിന്റെ ഞങ്ങൾ എല്ലാത്തിനും ഓരോ ക്യാരക്ടറിനും സിനിമയ്ക്കും ഒക്കെ തീം ഉണ്ടാക്കി. അപ്പൊ വിഷ്ണു നല്ല രസമായിട്ട് അത് ചെയ്തു തന്നു. അത് കഴിഞ്ഞ് കൂമന് തീം ഉണ്ടാക്കി കഴിഞ്ഞപ്പം അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നേരിനകത്ത് സോങ്ങും ഇതും ചെയ്തു. അങ്ങനെ വന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്നു വെച്ചാൽ പിന്നെ അവൻ എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് അവിടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എല്ലാ ദിവസവും പോയിരുന്നു ഒരു ചെറിയ പീസ്. അപ്പം ഫുൾ ഒരു പീസ് ഉണ്ടാക്കണ്ട, ഒരു ചെറിയ പീസ് ഉണ്ടാക്കിയിട്ട് സാർ ഉദ്ദേശിക്കുന്ന ഈ പാറ്റേൺ ആണോ, ഇങ്ങനത്തെ ഒരു ഭയങ്കര ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരു റീൽ അങ്ങ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അവിടെ പോയി. അപ്പൊ ഇത് ഭയങ്കര കൺവീനിയന്റ് ആണ്, കുറച്ചുകൂടി ഇതാണ്. പിന്നെ എഡിറ്റർ, പിന്നെ എനിക്കൊരു ഞാൻ ചിലപ്പോൾ വേറൊരു ഇന്റർവ്യൂ പറഞ്ഞാൽ എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ ഒരാളുമായിട്ട് ഒരു സെറ്റ് ആയാലും ഒരു ഇമോഷണലി അറ്റാച്ച് ആയാൽ പിന്നെ ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. അപ്പൊ പിന്നെ അതിനകത്ത് ഒരാളെ മാറ്റി നിർത്താന്ന് പറയുമ്പോൾ അൺലെസ് നമുക്ക് അത്ര ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ നമ്മൾ പറയും, എടാ ഞാൻ ഈ ഒരു പ്രൊജക്റ്റിൽ മാറ്റി നിർത്തിട്ട് വിളിച്ചോളാം എന്ന് പറയും. അങ്ങനെ എബി സക്കറിയ വന്നപ്പോ ആദ്യം ബേസിലിന്റെ മുഖമാണ് വന്നത്. ഞാൻ അതായി പറഞ്ഞു, ഞങ്ങള് സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് ആദ്യം വന്ന ഫേസ് ഇതിലെ പോലീസുകാരൻ നമ്മുടെ ബൈജുവാണ്. കാരണം ആ ഡയലോഗ് വായിച്ചു പോയപ്പോ ഞാൻ പതുക്കെ പുള്ളിയുടെ രീതിയിൽ ഞാൻ ഡയലോഗ് പറഞ്ഞു പോയി തുടങ്ങി. അപ്പൊ പിന്നെ അതായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിന്റെ കാസ്റ്റിംഗിലേക്ക് കയറി കഴിഞ്ഞപ്പോ ഓഫ് കോഴ്സ് എബി സെറ്റായി. ഹീറോയിന്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ ആരെ വേണമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ പെട്ടെന്ന് കൃഷ്ണകുമാർ അവിടെ നിന്നിട്ട് പറഞ്ഞു നമുക്ക് ഗ്രേസ് ആന്റണി എങ്ങനെയുണ്ട്. എനിക്ക് പേര് ഓർമ്മയിലില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവര് 3 പേരാണ് ഏറ്റവും അധികം ഫിക്സ് ആയത്. പെർഫെക്റ്റ്. നുണ പറയുന്ന കുറെ ആൾക്കാരെ അല്ലെങ്കിൽ നുണകൾ കൂടെ ഒഴുകുന്ന ക്യാരക്ടേഴ്സിനെ ഡയറക്ട് ചെയ്യുമ്പോൾ താങ്കൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കളരക്ഷണം ഒന്ന്, ഈ നുണയ്ക്കൊരു ക്യൂട്ട്നെസ് ഉണ്ടാവും, മനസ്സിലായോ? നമ്മൾ ഈ പേര് വന്നപ്പോ തന്നെ നുണയും കുഴിയും മാത്രമല്ല, അതിനൊരു ക്യൂട്ട്നെസ് ഉണ്ട്. ഇവരുടെ നുണയ്ക്കും ഒരു ക്യൂട്ട്നെസ് വേണം. ഇവർ പറയുന്ന നുണയും ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കും ഒരു ക്യൂട്ട്നെസ് ഉള്ളപ്പോഴാണ് ആൾക്കാർ അത് എൻജോയ് ചെയ്യുന്നത്, മനസ്സിലായോ? അത് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരുമാതിരി എല്ലാവർക്കും തന്നെയുണ്ട്, എല്ലാ ക്യാരക്ടേഴ്സിനും ഉണ്ട്. എല്ലാവരും കള്ളന്മാരാ, ബേസിക്കലി ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷനിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്ന നുണകളാ. അത് കൊണ്ടുപോയി ഓരോ അബദ്ധത്തിലും കുഴിയിലും കൊണ്ടുപോയി ചാടിക്കും. എല്ലാ പല ട്രാക്കുകളാണ്. ഇതെല്ലാം കൂടെ അവസാനം എല്ലാം കൂടെ അതാണ് അതിൻ്റെ റൈറ്റിങ്ങിൽ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഇത് എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളത്. ഇത് പല ട്രാക്കുകളും പക്ഷെ ഭയങ്കര രസമായിട്ട് അത് കണക്ട് ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു പേ ഓഫുകളൊക്കെ കറക്റ്റ് പോയിന്റിൽ സംഭവിക്കുന്നത്. തുടക്കം മുതലേ ഒരു ട്രാക്ക് പോയി ഒരു പോയിന്റ് എത്തുമ്പോൾ അത് ഇതും തമ്മിൽ ഒരുമിക്കും, പിന്നെ അത് പിന്നെ ഇതും തമ്മിലും വരും. പിന്നെ ഒരു അവസാനമൊക്കെ എത്തുമ്പോഴേക്കും ചില സീനൊക്കെ എടുക്കുമ്പോൾ അല്ല സിദ്ദിഖിക്ക് ഈ സീനിൽ എങ്ങനെ വന്നു, എടാ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഓ ശരിയാ ഓക്കെ മറ്റേ ട്രാക്ക് അല്ലേ നിങ്ങൾ അതിൽ വന്നിട്ട് ഓക്കെ നമുക്ക് തന്നെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഒരു അപ്പൊ അങ്ങനെയൊക്കെ അത് ഭയങ്കര രസമുള്ള പ്രോസസ്സാണല്ലോ. മനോജ് കെ ജെന്ന് പറയുമ്പോൾ എനിക്ക് കുട്ടൻ തമ്പുരാൻ, അതല്ലെങ്കിൽ പഴശ്ശിരാജാവ്, അതല്ലെങ്കിൽ വേറൊരു തമ്പുരാൻ, നമ്പൂതിരി, ഇങ്ങനെയൊക്കെയുള്ള വാചകളിൽ നിന്നും ഈ ഒരു നുണക്കുഴിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം എങ്ങനെയായിരുന്നു ആദ്യമായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്? എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടബിൾ എക്സലന്റ് ആക്ടർ. ഞാൻ ആദ്യം വർക്ക് ചെയ്ത ബിബൽസ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് കണ്ട, മറ്റേ ശിഖണ്ഡി അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പം ഒരു കടലിൻ്റെ ബീച്ചിൽ കിടന്നിട്ട് അവിടെ കിടന്നൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര ഞാനിങ്ങനെ ഇത് ചെയ്തു പോയി. അപ്പം നമുക്ക് ഭയങ്കര ആരാധനയുള്ള ഒരു ആക്ടറാണ്.
പക്ഷെ അദ്ദേഹം നന്നായിട്ട് ഹ്യൂമറും ചെയ്യും. അപ്പൊ ഇതിനും അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ നമുക്കൊരു ഒരു സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ, അപ്പൊ നല്ല പേഴ്സണാലിറ്റി ഉണ്ട്. നല്ല ഷർട്ടൊക്കെ പക്ഷെ അയാളും ഓരോ പ്രസിദ്ധി ചെന്ന് വിടുമ്പോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതാണ് അത്. അപ്പൊ ആ ക്യാരക്ടർ അദ്ദേഹത്തിൽ ഭദ്രമായിരുന്നു. സാധാരണ ജിത്തു ജോസഫ് സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഈ സസ്പെൻസുകൾ നമ്മുടെ മനസ്സിൽ കൂടെ പോകും. ഈ സിനിമയിൽ നുണയിൽ കൂടിയുള്ള സസ്പെൻസുകൾ ഉണ്ടോ? വെരി സിമ്പിൾ തിങ്. ഒരു ത്രില്ലർ മോഡ് കിടപ്പുണ്ടെന്ന് ഇവർ ഇന്നലെയൊക്കെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ത്രില്ലർ മോഡ് എവിടെയാന്ന് ആലോചിച്ചപ്പോൾ ഓക്കെ, ഒരു ത്രില്ലർ ഒരു ഫീൽ എവിടെയോ കിടപ്പുണ്ട്. പക്ഷെ അതിന്റെ മുകളിൽ ഇത് ഹ്യൂമർ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പം സസ്പെൻസിനുള്ള ഇതൊന്നും ഒരു സീനിൽ വേറെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാനുള്ള സ്പേസ് ഇതിനകത്തുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് ട്രാക്കിൽ അങ്ങനെ ആയിരുന്നു അത്. പക്ഷെ അത് പിന്നെ ഡിസ്കഷൻ എനിക്കോട് ബേസ് ചെയ്യാൻ പറഞ്ഞു ഇതൊരു ഹ്യൂമർ സിനിമയിൽ നമുക്ക് എനിക്ക് നന്നായി അത് മാറിയെന്ന് തോന്നി. കാരണം വെച്ചാൽ എല്ലാത്തിലും ഒരു ട്വിസ്റ്റും സസ്പെൻസും വന്ന പിന്നെ ഒരു പാറ്റേൺ ആയിപ്പോയി. ഇത് തുടക്കത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ വലിയ ലോജിക്ക് നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ഇപ്പം എന്താ പറയാ, നമ്മളൊന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്നൊക്കെ വന്ന് കുറച്ച് ഒന്ന് റിലാക്സ്ഡ് ആണ്, നേരെ തിയേറ്ററിൽ പോയി വന്നു, ആ നുണക്കുഴി ഒന്ന് ഉണ്ടാക്കാം, ഒന്ന് കയറി ഒരു 2.5 മണിക്കൂർ നല്ല ഒന്ന് രസിച്ച്. അതെ, ഇദ്ദേഹത്തിൻ്റെ പണ്ടൊരു ഞാനൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ ചെയ്തു ദൃശ്യം 2 വേണ്ടിയിട്ട്. അത് കോവിഡ് സമയത്താണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റൂം എനിക്ക് കാണിച്ചു തന്നു. ഫുൾ സ്ക്രിപ്റ്റുകളാണ്. ഓർമ്മയുണ്ട് എനിക്കിത് കാണിച്ചു തന്ന് അടുക്കി വെച്ചിരിക്കുക. അതൊക്കെ ഇപ്പൊ കഥാരൂപത്തിലാണോ? എന്റെ മാത്രമൊന്നും പലരുടെയും ചില വായിക്കാനൊക്കെ തരും. കുട്ടി കാണാനും കാണാറു. കാരണം കുറച്ച് നമ്മള് പുറത്തുനിന്ന് എടുക്കുന്ന വായിക്കാൻ വേണ്ടി, പിന്നെ കുറച്ച് നമ്മുടെ സിനിമയിലുള്ളവർ തന്നെ ഇപ്പോഴും എനിക്ക് പലരും ചെയ്തിട്ട് എന്നോട് വായിച്ചിട്ട് ഒപ്പീനിയൻ പറയാമോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഗരുഡനൊക്കെ എനിക്ക് ലിസ്റ്റ് എനിക്ക് അയച്ചു തന്നായിരുന്നു. ഇപ്പൊ പിന്നെ എല്ലാം ഓൺലൈനിലല്ലേ വായിച്ചിട്ട്. അപ്പൊ ഞാൻ വായിച്ചു, എന്റെ ഒപ്പീനിയൻ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ അന്നത് കുറെ അങ്ങനെ മേടിച്ചു വെച്ച് ഇരിക്കുന്നതാണ്. രാം എന്നാണ് അത് പ്രൊഡ്യൂസറോട് തന്നെ, ചെന്നൈയിലല്ലേ, ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. പ്രൊഡ്യൂസറോട് എപ്പോഴാണ് ഞങ്ങൾ സെറ്റാണ് ഷൂട്ട് ചെയ്യാനായിട്ട്, ഞങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്, ഞാൻ ലാൽ സാർ അടക്കം. പക്ഷെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ചുമ്മാ വന്നങ്ങ് ഷൂട്ട് ചെയ്യാനും പറ്റത്തില്ല, കാരണം ക്ലൈമറ്റ്. ഞങ്ങൾ കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ച ഒരു UK ഒരു ഫോറസ്റ്റ് ഉണ്ട്. അപ്പൊ പകുതി ഷൂട്ട് ചെയ്ത് വെച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പം അതിനകത്ത് ഹീറോയിന് ഒരു ഇഞ്ചുറി ഉണ്ടായി, ഞങ്ങൾക്ക് അവിടെ വന്നു. പിന്നെ വേറെ സ്ഥലത്ത് റെയിൻ വന്നു. അപ്പൊ കുഴപ്പമെന്ന് വെച്ചാൽ കുറെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നല്ല എക്സ്പെൻസീവ് ഷൂട്ടുമായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ ആ സെയിം സമയത്ത് പോകണം, അല്ലെങ്കിൽ അവിടെ പല സീസൺ അല്ലേ, അതിന്റെ പ്രോബ്ലം ഉണ്ട്. പിന്നെ ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ ഡേറ്റ്സ് കിട്ടണം, ഇതിലാണ്. അപ്പം അവർ റെഡി ആയി കഴിയുമ്പോൾ അത് വെച്ചിട്ട് ഈ ടൈമും കൂടെ വെച്ചിട്ട് സെറ്റ്. ശരി, അപ്പോൾ അതിന് വേണ്ടി ഞാൻ അടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ നുണക്കുഴി കാണാൻ ഈ മഴക്കാലത്താണെങ്കിൽ കൂടി ഓഗസ്റ്റ് 15 റിലീസ് അല്ലേ. അപ്പോൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന നമ്മൾ മലയാളികൾക്ക് നുണക്കുഴി എന്ത് സമ്മാനമാണ് നൽകുക? കുറച്ച് നേരം വന്ന് തിയേറ്ററിൽ ഇരുന്ന് എൻജോയ് ചെയ്ത് ചിരിച്ച് അതിനാഗ്രഹിക്കുന്നവർ വരിക, അല്ലാതെ സസ്പെൻസും ത്രില്ലറും ട്വിസ്റ്റും പ്രതീക്ഷിച്ചവർ ഈ സിനിമയുടെ ഏരിയയിലേക്ക് വരല്ലേ. വന്നോട്ടെ, കണ്ടിട്ട് പോട്ടെ. ഉണ്ടാക്കി വെച്ചേക്കണം ചോദിക്കരുത്, അതുകൊണ്ടാവും ഉള്ള കാര്യം. കഴിഞ്ഞ സിനിമയ്ക്കൊക്കെ ഇത് എല്ലായിടത്തും പോയി പറയേണ്ട വരുന്നുണ്ടായിരുന്നു. ഷൂട്ടിൽ നേരിന്റെ ഇതിന്റെ പ്രൊമോഷനൊക്കെ ഒരു ഡയറക്ടർക്ക് വേറെ ഒരു സിനിമയും ചെയ്യാൻ വയ്യാതായില്ലേ. ട്വിസ്റ്റ് ഇല്ലാതെ സിനിമ ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. ട്വിസ്റ്റ് ആൾക്കാർ കണ്ടിട്ടില്ല, ആ സന്തോഷമാണ് ട്വിസ്റ്റ്. കറക്റ്റ്, ചിരിക്കുമ്പോൾ അത് സ്വന്തം വരുത്തി വെച്ചതാ. ദൃശ്യം 2 സമയത്ത് ഇതിലൊന്നുമില്ല, ഇതൊരു സാധാരണ സിനിമയാണെന്നുണ്ടോ പോയി പറഞ്ഞു. ട്വിസ്റ്റ് ഇല്ല, സസ്പെൻസ് ഇല്ല, ട്വിസ്റ്റേ ഉള്ളു അതിന്റെ. ഇത് അതിന്റെ നുണക്കുഴിയാണ്. അപ്പൊ ഇതില് ഭയങ്കര ട്വിസ്റ്റ് എന്ന് പറയുന്നത് നല്ലത്. അപ്പൊ ഇനി അടുത്തത് എന്താ നിങ്ങളുടെ പരിപാടി? ഇനി ഇപ്പൊ എന്റെ ഷൂട്ട് സൂക്ഷ്മദർശിനി ഷൂട്ട് കഴിഞ്ഞു. താങ്കൾ? എനിക്ക് സത്യം പറഞ്ഞാൽ അടുത്ത എന്റെ പരിപാടി എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല. ഞാൻ റാമിന് വേണ്ടി കാത്തിരിക്കുക. ആണോ? പക്ഷെ അത് ആയിരുന്നു ഒരു 6 മാസം, ജനുവരി തൊട്ട് ജൂൺ ജൂലൈ വരെ. അപ്പൊ ഒന്നും അതിനുള്ളിൽ നടക്കും, ഓരോ മാസം ഇങ്ങനെ മാറി പോയി. അപ്പൊ ഇനിയിപ്പോ ഞാൻ വെച്ചാൽ എന്റെ കുറച്ച് സബ്ജക്ട്സ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഓരോന്നെടുത്ത് ലൈനപ്പ് ചെയ്യണം. കാരണം നമ്മൾ ചെല്ലുമ്പോൾ ആർട്ടിസ്റ്റിന് ഇങ്ങനെ ഡേറ്റ് ഇല്ലല്ലോ, എല്ലാവരും ബിസി അല്ലേ. അപ്പൊ അത് കാരണം ഇപ്പൊ ഞാനത് സംസാരിച്ചു തുടങ്ങി. ആക്ച്വലി ഒരു 2-3 പ്രൊജക്ട് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ടൈം എപ്പോഴാ തുടങ്ങുന്നതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ കിട്ടിയ സമയം ഞാനങ്ങ് എൻജോയ് ചെയ്യുക. എന്താ ചെയ്യണേ? ഒന്നുമില്ല, ചുമ്മാ ഒരു പരിപാടി. മാൾട്ട പോയോ? അത് മറ്റേ ഇവിടെ ഫാമിലി ട്രിപ്പ് ആയിട്ട് പോയതാ. അല്ല, ഞാൻ പറഞ്ഞു വെച്ചാല് എനിക്ക് മാൾട്ട ഓർമ്മ ഹൊസാന സിനിമയാണ്, സീൻ ഗൗതം മേനന്റെ. മാൾട്ടയിലാണ് ഷൂട്ട് ചെയ്തത്.
ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ബാക്ക് ടു ബാക്ക് കുറെ സിനിമകൾ അടുപ്പിച്ച് എനിക്ക് എന്റെ അലൈൻമെന്റ് മുഴുവൻ തെറ്റിപ്പോയത് ഈ കോവിഡ് വന്നപ്പോഴാണ്. ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ 3-4 പ്രോജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതിനകത്ത് എല്ലാം തന്നെ സ്ക്രിപ്റ്റും തീർന്നതാ. അപ്പൊ ഇത് പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ അടുത്ത വർഷത്തേക്ക് കയറി വരുമോ എന്നൊരു പേടിയുണ്ടാവും. അല്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ വരും. അങ്ങനെ വരുമ്പോ ഞാൻ ഏത് ആദ്യം ചെയ്യും? അപ്പൊ ഫസ്റ്റ് കം ബേസിസിൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാന് ഏതായാലും ഒരു വലിയ ഇതിലേക്ക് കയറാൻ പോവാ. അപ്പൊ ഞാൻ സമാധാനമായിട്ട് റിലാക്സ് ചെയ്ത് ആ വീടിന്റെ പുറകിൽ ഇങ്ങനെ അവിടെ ഇരുന്ന് അവിടെ പട്ടിയെ കളിപ്പിച്ച് ഇങ്ങനെ. എന്താ പട്ടിയുടെ പേര്? ഒരു പോമറേനിയൻ ഉണ്ട്, പോമി എന്നും പറഞ്ഞു. പിന്നെ ഒരു ഈയിടെ ഒരു ഐറ്റം മേടിച്ചു. ലാബാണോ? അല്ല, ലാബ് ഡാഷൻ ഉണ്ടായിരുന്നു, ചത്തുപോയി. ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു ഐറ്റം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഒരു ജർമ്മൻ ഷെപ്പേർഡിനെ മേടിച്ചു. പക്ഷെ കുഴപ്പമില്ല, അവനിങ്ങനെ പാഞ്ഞു വന്ന് കയറി കഴിയുമ്പോ നമ്മള് തെറിച്ചു ഒരു വയസ്സാകുന്നേ ഉള്ളൂ. അവനിങ്ങനെ വരവുണ്ടത് ഞാൻ എന്നെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പുറത്തിറങ്ങും, അയ്യോ പക്ഷെ അതാട്ടോ ഈ പെറ്റ്സ് ഉണ്ടെങ്കിൽ സംഭവം. പക്ഷെ ഇവരിങ്ങനെ ഇങ്ങനെ നിൽക്കും വന്നിട്ട്. എനിക്ക് പെറ്റ്സിനെ ഭയങ്കര പേടിയാണോ? എല്ലാം പേടിയാ. ഇപ്പൊ ഈ സൂക്ഷ്മദർശി വളർത്തി നോക്ക്. കുറച്ച് ലിൻഡയ്ക്ക് പേടിയായിരുന്നു, ഇഷ്ടമില്ലായിരുന്നു. ലിൻഡയ്ക്ക് എന്തൊരു അറ്റാച്ച്മെന്റ് ആയിരുന്നല്ലോ ഡാഷിന്റെ ആയിട്ട്. ഭയങ്കര വിഷമമാണ്. അതാണ് വേറെ പ്രശ്നം. ചത്ത് കഴിയുമ്പോഴത്തേക്കും മരിച്ചു പോയണ്ടല്ലോ, നമ്മൾക്ക് ഭയങ്കര ഡിപ്രഷനാവും. അതുകൊണ്ട് നമ്മൾ ഈ ദൂരം നിന്ന് ഞാൻ കളിപ്പിക്കുള്ളൂ. വീട്ടിൽ വന്നുള്ള പ്രശ്നം. സൂക്ഷ്മദർശിനിയുടെ സെറ്റില് നസറിയൊക്കെ ഒരു പട്ടിയുണ്ട്, ഓറിയോ എന്നും പറഞ്ഞിട്ട്. ഓറിയോനെ കൊണ്ട് വന്ന് പിന്നെ മെല്ലെ 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 ഓറിയോ ആയിട്ട് സെറ്റായി. ഇപ്പൊ അതിനെ എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അത് പക്ഷെ ഷിറ്റ്സുവാ, വലിയ ഉപദ്രവകാരിയല്ല. ഇത് സ്നേഹിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ നമ്മൾ പറയുമ്പോൾ സങ്കടമൊക്കെ വരും. അങ്ങനത്തെ ഇമോഷൻസ് ഉണ്ട്, അതിലാണ് നമ്മൾ വീണ് പോകുന്നത്. നന്ദിയും നമ്മളോട് ഒരു അറ്റാച്ച്മെന്റും. ഗോൾഡൻ റിട്രീവർ ഒക്കെ ക്യൂട്ടാണ്, ഒന്നും ചെയ്യില്ല. കള്ളന്മാരൊക്കെ വീട്ടിനകത്തേക്ക് വിളിച്ചു കയറ്റും. എന്നാലും അവിടെ അവിടെ ഉണ്ട് കേട്ടോ, അവിടെ അത്രയ്ക്ക് തന്നെ എല്ലാവരും ഉമ്മയെ തരും കള്ളന്മാർക്ക്. പോമി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പൊമറേനിയല്ലോ, ഇവൻ ഈ വല്ല കോഴിയൊക്കെ വന്ന വെച്ചിറക്കിയൊക്കെ ചെല്ലും. കോഴി ഇങ്ങനെ വയ്ക്കുമ്പോ തിരിച്ചു വരും. പക്ഷെ ജർമ്മൻ ഷെപ്പേർഡ് പ്രശ്നം, അവരെ നമുക്ക് അങ്ങനെ അയച്ചുവിടാൻ പറ്റത്തില്ല. കോഴിനെ റെഡിയാക്കും. കോഴിയല്ല, അവിടെ വരുന്നവരെ ഒക്കെ ചിലപ്പോൾ റെഡിയാക്കി വരും. അല്ല, അവൻ ഇച്ചിരി ഫെറോഷ്യസ് ആയിട്ടുള്ള സാധനമാണ്. അതായിട്ടും അങ്ങനത്തെയാണ്. അവന്റെ പല കേട്ടാൽ തന്നെ 4 ദിക്കും. കാരണം വെച്ചാല് അത് നമ്മുടെ വീട്ടിലെ മെയ്ഡ് ചേച്ചിയാ പറഞ്ഞ, ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ കുറച്ചൊന്നും ആൾക്കാർക്ക് ചുമ്മാ ഗേറ്റ് തുറന്നും കയറി വരുന്നു. മനസ്സിലായോ? തിയേറ്റർ റെസ്പോൺസിൽ നമ്മൾ അവനെ കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. ആരെയും അനാവശ്യം പറഞ്ഞാൽ നമ്മൾ അവസാനത്തെ റെസ്പോൺസ് ആയിരിക്കും. ജർമ്മൻ ഷെപ്പേർഡിന്റെ പേര് മോച്ചി. മോച്ചി അറ്റാക്ക്. അപ്പൊ അങ്ങനെ എന്തായാലും സന്തോഷമായി. ഒരുപാട് കാര്യങ്ങൾ കണ്ടു ചിരിച്ചു. എന്തായാലും ഇത് നുണക്കുഴി കൂടി ഞാൻ കണ്ടിട്ട് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിനെ ഇടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട്. എവിടെയൊക്കെ ചിരിച്ചെന്ന് പറയണേ. അതൊരു ഇമ്പോർട്ടൻസ് അല്ലേ, എവിടെയെല്ലാം ചിരിച്ചു എന്നുള്ളത്. ചെന്നൈയിലുണ്ടോ? ഫസ്റ്റ് ഡേ ഇറങ്ങില്ലേ? ഈ ഒരു ചിരി എവിടെയെല്ലാം ചിരിക്കണു എന്ന് അതിന്റെ ഒരു സക്സസ് ഫാക്ടർ എപ്പോഴാണ് സാർ? അത് തിയേറ്ററിലെ കയ്യടി എന്ന് പറയുന്നത് നമുക്കറിയാം. പക്ഷെ താങ്കൾക്ക് ഇതിൽ എത്ര ഘടകങ്ങളുണ്ട് അങ്ങനെ പറയണ്ട സീൻ? പക്ഷെ എന്നാലും ഹൗ ഡു യു ജഡ്ജ് ദാറ്റ്? ഇതിന് ആൾക്കാർ ചിരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതിനകത്ത് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളെവിടെ ഞാൻ തിളക്കം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ ലൈവായിട്ട് ഞങ്ങൾ ഷൂട്ടിങ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ചിരിച്ച സ്ഥലങ്ങളുണ്ട്, ഞങ്ങൾക്ക് ചിരി വരാത്ത സ്ഥലങ്ങളുണ്ട്. പക്ഷെ തിയേറ്ററിൽ ഞങ്ങൾ ചിരിച്ച പലയിടത്തും, എല്ലായിടത്തും അല്ല, പലയിടത്തും ഓഡിയൻസ് ചിരിച്ചില്ല. ഞങ്ങൾ ചിരിക്കാത്ത പല സ്ഥലത്തും ഓഡിയൻസ് ചിരിച്ചു. അപ്പോഴാണ് തിയേറ്ററിൽ വേറൊരു ഇതാണ്. ഇതേ പോയിന്റ് പ്രിയൻ സർ പറഞ്ഞു എൻ്റെ അടുത്ത്, നമ്മൾ എവിടെയൊക്കെ സെറ്റിൽ ചിരിച്ചോ അത് തിയേറ്ററിൽ ചിരിക്കില്ല. എല്ലാം അല്ല, പക്ഷെ നമ്മളവർക്ക് ഓ ഈ സീനിൽ ഭയങ്കര ഇതായിരിക്കുന്നു. പക്ഷെ ചിലപ്പോൾ അത് അങ്ങനെ അല്ല, ചിലപ്പോൾ അത് കറക്റ്റായിട്ട് വരും. അപ്പം ബേസിക്കലി ഈ സിനിമയുടെ ലക്ഷ്യം എന്ത്? ആൾക്കാരെ ചിരിപ്പിക്കുക. അപ്പം ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ അവർ വന്നിട്ട് അവർ മജോറിറ്റി ഏരിയയിലും ചിരിച്ചാൽ നമ്മൾ ഹാപ്പിയാണ്. ഇതിനൊറ്റ ജഡ്ജ് ചെയ്യാൻ ഒറ്റ സാധനമുള്ളൂ, ചിരി. ചിരിച്ചോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഈ സാധനം വർക്കൗട്ട് ആയില്ലേ ഉണ്ടല്ലോ, ഹ്യൂമർ വർക്കൗട്ട് ആയില്ലേ ഭയങ്കര ചളിയായി പോകും. അതാണ് പ്രശ്നം, അതാണ് പേടി, അതാണ് ടെൻഷൻ. തിയേറ്ററിൽ ആൾക്കാർ ഒരുമിച്ചിരിക്കുമ്പോഴേ ഒരു സൈഡിൽ നിന്ന് അങ്ങ് ചിരി അങ്ങ് തുടങ്ങുമ്പോ തന്നെ അതിലേക്ക് അങ്ങ് ആൾക്കാർ കയറി കഴിഞ്ഞാൽ പിന്നെ ചെറിയ കുഞ്ഞു റിയാക്ഷന് പോലും ഭയങ്കര ചിരിയായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ചിരി വരാൻ തുടങ്ങും. ഗുരുവാരം തന്റെ ഫസ്റ്റ് ഇതിൽ ഇറങ്ങി പോണ ഒരു ഷോട്ടില്ലേ കിടക്കേന്ന്, അവിടെ തന്നെ നമുക്ക് ചിരി തുടങ്ങും. യുനോ. അപ്പോൾ എന്തായാലും അടുത്ത കൊല്ലം എന്തായാലും ബേസിൽ ജോസഫിന്റെ എല്ലാ ആഴ്ചയും സിനിമ നടക്കുന്നുണ്ട്. താങ്കളും അടുത്ത കൊല്ലം ജിത്തു ജോസഫ് ഫെസ്റ്റിവലായിട്ട് ഞാൻ പിന്നെയും കാണാൻ വരുന്നതായിരിക്കും. തീർച്ചയായും.